ബംഗാളിലെ ഇന്ത്യ മുന്നണി അത് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ പോലെ തന്നെ ഇവിടെ ഇന്ത്യ മുന്നണിക്ക് എന്ത് നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ഒരുപക്ഷെ CPM തട്ടകമായിരുന്നു ഏറെക്കാലം. CPM ജ്യോതി ബാസുവിൻ്റെ നേതൃത്വത്തിൽ ഭരിച്ച സംസ്ഥാനം. അവരുടെ ഇപ്പോഴത്തെ എന്താണ് അവസ്ഥ? ഇന്നലെ രാത്രി ഒരു ബംഗാളി ചാനലിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ മമതയെ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇടതുപക്ഷത്തിൻ്റെ വക്താവായിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തകൻ, സീനിയർ ജേർണലിസ്റ്റ് പറഞ്ഞ വളരെ രസകരമായൊരു കാര്യമാണ്. ഇത്തവണ ഇന്ത്യ മുന്നണിയായിരിക്കും ഭരിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ അതിനകത്ത് രണ്ട് സൂചനയുണ്ട്. മമതയ്ക്ക് മാത്രമായിട്ട് ഭൂരിപക്ഷം കിട്ടില്ല. ഇന്ത്യ മുന്നണി CPM-ൻ്റെയും CPI-യുടെയും കൂടെ സപ്പോർട്ടിലായിരിക്കും അടുത്ത ഗവൺമെൻറ് വരാൻ പോകുന്നത് എന്നൊരു കമൻറ്റ്, ഒരു പാസിംഗ് കമൻ്റാണ്. പക്ഷെ എനിക്കത് വളരെ താല്പര്യമായിട്ട് തോന്നി. അപ്പോഴാണ് ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത്. അപ്പോൾ നോക്കുമ്പോൾ ഈ 2021 നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികളെല്ലാം വെവ്വേറെ മത്സരിക്കുകയാണ്. അതായത് കോൺഗ്രസ് തന്നെ 293 മണ്ഡലങ്ങളിൽ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസ് മാത്രം. CPM ഏതാണ്ട് എല്ലാ സീറ്റുകളിലും എന്ന് പറയാം. അതെ, ഇടതുമുന്നണി 224 സീറ്റുകളിൽ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അതുതന്നെ CPM 170 കാൻഡിഡേറ്റ്സ് ഉണ്ട്. CPI-യും അതുപോലെ തന്നെ മത്സരം നിർത്തിയിട്ടുണ്ട്. ഫോർവേഡ് ബ്ലോക്ക് 21 പേരുണ്ട്, CPI 17 പേര്, RSP 14, പിന്നെ RCPI, MPF തുടങ്ങിയിട്ടുള്ള സംഘടനകൾ അത് വേറെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പരസ്പരം കൂടാതെ AUJP ഉണ്ട്, കമ്മ്യൂണിൻ്റെ പാർട്ടി ഉണ്ടല്ലോ, അതും ഇവരോടെല്ലാം ഏറ്റുമുട്ടില്ല. അത് ഇവരുടെ അതിനകത്തല്ല, അത് വേറെ ആയിട്ട് ഇന്ത്യ മുന്നണിക്ക് അകത്തുള്ള അല്ലെങ്കിൽ അതിന്റെ അതൊരു വേറൊരു മുന്നണിയായിട്ട് മൂന്നാമത്തെ ഒരു മുന്നണിയായിട്ട് ഹുമയൂൺ കപൂറിന്റെ അതൊരു മുസ്ലിം സംഘടനകളുടെ മുന്നണിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനൊരു സഖ്യം നിൽക്കുന്നത് കൊണ്ട് ഇപ്പം ഈ മമതാ ബാനർജി മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോലും, ഭവാനിപ്പൂരിൽ പോലും പ്രദീപ് പ്രസാദ് എന്ന് പറഞ്ഞ വളരെ ശക്തനായ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് കോൺഗ്രസ് മത്സരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് ജയിച്ചു വരുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യ മുന്നണി ഭരിക്കുക എന്ന് പറയുന്നത് രസകരമായൊരു കാര്യമാണ്. പരസ്പരം മത്സരിച്ച് പരസ്പരം തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. രാഹുൽ ഗാന്ധി അവിടെ നടത്തിയ പ്രസംഗങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന പ്രസംഗങ്ങളിലൊക്കെ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മമതാ ബാനർജിയുടെ അഴിമതി ഭരണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ അഴിമതി ഭരണത്തെക്കുറിച്ചുള്ള പ്രസംഗം നടത്തുകയും അതിനെതിരെ വോട്ട് മേടിക്കുകയും ചെയ്യുന്ന മുന്നണി എങ്ങനെ അത് വരും എന്നുള്ളത് ഒരു വളരെ രസകരമായ ചർച്ച. ഞാൻ ആ ചർച്ച കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ രീതിയിലാണ് ആ ചർച്ച പോയത്, മുന്നോട്ട് പോയത്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത്തവണ കോൺഗ്രസും CPM-ഉം നിർത്തിയിരിക്കുന്ന പല കാൻഡിഡേറ്റ്സും ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഗ്രാസ് റൂട്ട് ലെവലിൽ അവിടുത്തെ പല പ്രാദേശിക പത്രപ്രവർത്തകരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ വളരെ ജനസമ്മതരായിട്ടുള്ള വളരെ റെപ്യൂട്ടേഷനുള്ള ആളുകളാണ് അവിടുത്തെ പല സ്ഥലങ്ങളിൽ നിൽക്കുന്നത്. ചില സ്ഥലങ്ങളിലേക്ക് അത് ജയിച്ചു വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ചെറുപ്പക്കാരായിട്ടുള്ള ഒത്തിരി സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു പക്ഷേ ഒരു വളരെ മേജർ ഫാക്ടർ ആകാനായിട്ട് സാധിക്കില്ല. 1 2 അല്ലെങ്കിൽ മാക്സിമം പല ഈ പ്രവചനങ്ങളിലും പറയുന്നത് 5 മുതൽ 6 വരെ സീറ്റ് കിട്ടിയേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. 0 to 6 വരെയൊക്കെയാണ് പറയുന്നത്, അതിനപ്പുറത്തേക്ക് ആരും പറയുന്നില്ല. അപ്പം അങ്ങനൊരു പ്രവണത നിൽപ്പുണ്ട്. അപ്പോൾ വോട്ട് പല രൂപത്തിൽ കഴിഞ്ഞ തവണ മമതയ്ക്ക് കിട്ടിയിരുന്ന വോട്ടുകൾ 3 തലങ്ങളിലായിട്ട് ഭിന്നിച്ച് നിൽക്കുകയാണ്. ഒന്ന്, ഈ മുസ്ലിം സംഘടനകളെല്ലാം കൂടി ചേർന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഗെയിം അത് നടത്തുന്നുണ്ട്, അത് വളരെ ശക്തമായിട്ട് പോകുന്നുണ്ട്. ഇന്നലെ കണ്ട മുർഷിദാബാദിലൊക്കെ കണ്ട അക്രമങ്ങളുടെ ഒരു റൂട്ടെന്ന് പറയുന്നത് ഇതുകൂടിയാണ്. ആ വോട്ട് ഭിന്നിച്ചു പോകുന്നതിലുള്ള പ്രശ്നമാണ്. അപ്പം അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ പേരിൽ ഇങ്ങനെ ഭിന്നിച്ചു പോകുന്ന വോട്ടുകൾ കൂടി വരുമ്പോൾ അത് മമതയുടെ വിജയത്തെ എത്രമാത്രം ബാധിക്കും എന്നുള്ളത് ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. ഈ ഇടതു മുന്നണിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു നേട്ടം എന്ന് പറയുന്നത് അവരുടെ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും വളരെ ശക്തമായിട്ട് DYFI. അപ്പോൾ അവരുടെ ഒരു ബലത്തിലാണ് അവിടുത്തെ ഇടതു മുന്നണികളെ വച്ചിരിക്കുന്നത്. അതേസമയത്ത് ഫോർവേഡ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന ഏതാണ്ട് അസ്തമിച്ചു പോയി, അവിടെ ഒന്നുമില്ലാത്ത സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലുള്ള പാർട്ടിയാണ് CPI. അപ്പോൾ അതിൻ്റെ വോട്ട് കൊണ്ട് അവർ
ജയിക്കാൻ വന്നില്ല. RSP അവിടെ വളരെ ശക്തമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ ഇന്ന് RSPയും തീരെ ഇല്ലാതായി കഴിഞ്ഞു. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ വേണ്ട. അത്ര CPM മാത്രമാണ് ഇടതുപക്ഷത്തു നിന്ന് വോട്ട് നേടാൻ സാധ്യതയുള്ളത്. അവർ ചിലപ്പോൾ 1-2 സീറ്റിൽ ജയിക്കും എന്നൊരു ഇംപ്രഷൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ അതെങ്ങനെ വരും എന്നുള്ളത് പറയാൻ സാധിക്കില്ല. പക്ഷെ പ്രാദേശികമായിട്ട് അവർക്ക് വളരെ ജനസ്വാധീനമുള്ള നല്ല ക്ലീൻ റെക്കോർഡുള്ള ആളുകളെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പുകളിൽ നിർത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് ഗ്രാസ് റൂട്ടിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ. അത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കും നേരത്തെ ഉള്ള സാധ്യതയെക്കാളും അല്പം മെച്ചപ്പെടുന്നുണ്ട്, CPMനും അല്പം മെച്ചപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു തൂക്കുസഭയും കൂടെ ആണെങ്കിൽ അവർ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ളത് ഈ പത്രപ്രവർത്തകൻ പറഞ്ഞതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെ ആയിരിക്കും. പരസ്പരം മത്സരിച്ചവർ തന്നെ ഒരു മുന്നണിയായിട്ട് തീരുന്ന ഒരു പോസ്റ്റ് പോൾ അറേഞ്ച്മെൻറ്റ് വരും. അങ്ങനെ ഒന്ന് സംഭവിക്കുമോ? അവിടെ മമതാ ബാനർജി മുഖ്യമന്ത്രി ആയി തുടരുമ്പോൾ പിന്തുണയ്ക്കുമോ, അതോ മമതാ ബാനർജി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നൊന്നും മാറി എന്നുകൊണ്ട് ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരാൻ സാധ്യത? പക്ഷെ അത് എത്രത്തോളം ഇവർക്ക് സീറ്റ് പിടിക്കാൻ കഴിയും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇവരൊരു നിർണായക ശക്തിയാണെങ്കിൽ മാത്രമേ തൃണമൂലിൽ ഇവരെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇവരുടെയും കൂടെ ഒരു സഹായം ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ അവർ ചെയ്യൂ. അല്ലെങ്കിൽ അവരൊരിക്കലും കൂട്ടില്ല. അവർ എപ്പോഴും കോൺഗ്രസിനെതിരായിട്ട്, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യുന്ന, പബ്ലിക്കായിട്ട് മീറ്റിങ്ങുകളിൽ രാഹുൽ ഗാന്ധിയെ പലപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ മാത്രമല്ല NDA മുന്നണിയുടെ ചെയർപേഴ്സൺ സ്ഥാനം ആർക്ക് വേണമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹവുമായിട്ട് കണ്ടസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. രാഹുൽ ഗാന്ധി മാറി തനിക്കാവണം അതിൻ്റെ നേതൃപദവി എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് മമതാ ബാനർജി. അപ്പോൾ അവർ തമ്മിലൊരു കണ്ടസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് BJPയും തൃണമൂലും വരികയും ഇടതുമുന്നണിക്ക് 2-3 സീറ്റ് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകാം. പക്ഷെ അതൊരു ശാശ്വതമായിട്ടൊരു അറേഞ്ച്മെന്റ് ആയിരിക്കാൻ സാധ്യത. അതൊരിക്കലും അതിനുള്ള യോജിച്ചു പോകാൻ പറ്റുന്ന അല്ല എന്നുള്ളത്, അത് തന്നെയുള്ള ഇന്നർ കോൺഫ്ലിക്റ്റുകൾ ഇപ്പോൾ തന്നെ ഉണ്ടെന്നുള്ളതും വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊരു സാധ്യത എന്നുള്ള നിലയിൽ ശരിക്കും ഒരു പത്രപ്രവർത്തകന്റെ ഭാവന എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം മമതാ ബാനർജി എന്നത് വളരെ വൈൽഡായിട്ട് മാത്രമല്ല, ആന്റി ഇൻകുംബൻസി ഫാക്ടർ ഉണ്ടല്ലോ, ഈ വോട്ടിലെ ആന്റി ഇൻകുംബൻസി ഫാക്ടർ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. 3ആയിട്ട് മാത്രമല്ല, ഇതിനകത്ത് തന്നെ ഇന്ത്യ മുന്നണിയിൽ തന്നെ പല രൂപത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം കോൺഗ്രസും CPMും തമ്മിൽ മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. കോൺഗ്രസും CPMും തൃണമൂലും തമ്മിൽ മത്സരമുണ്ട്. പിന്നെ ഈ മുസ്ലിം മുന്നണിയുടെ പാർട്ടികളുടെ അങ്ങനെ പല വ്യത്യസ്ത താല്പര്യങ്ങളുടെ ഒരു സംഘടനം നടക്കുന്നുണ്ട്. അപ്പൊ ഇതിലെങ്ങനെ ആര് ജയിച്ചു വരും എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഈ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഹോട്ടലുകളിലൊന്നും തൊഴിലാളികളില്ല. കാരണം വോട്ട് ചെയ്യാൻ വേണ്ടി പലരും ബംഗാളിലേക്ക് പോയിരിക്കുകയാണ്. കാരണം കേരളത്തിൽ പാത്രം കഴുകുക, പാചകം ചെയ്യുക, ഈ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ബംഗാളിൽ നിന്നുള്ള യുവാക്കളാണ്, അവിടുത്തെ പൗരന്മാർ. പക്ഷേ കേൾക്കുന്നത് ഇവിടെ കേരളത്തിൽ നിന്ന് ആരും ഈ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിന് സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആരും പോയിട്ടില്ല. അവിടെ ആരും പോയിട്ടില്ല. അവിടെ വേറെ ആരും താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടുന്ന് കിട്ടുന്ന വിവരം. ഉള്ള വോട്ടും കൂടെ കളയണ്ടെന്ന് വിചാരിച്ചായിരിക്കും. സാധാരണ നിലയിൽ ഇങ്ങനെ പണ്ട് ത്രിപുരയിലും ബംഗാളിലും ഒക്കെ നടക്കുമ്പോഴത്തേക്ക് ഒരു വലിയ സംഘം അവിടെ പോയി ക്യാമ്പയിൻ ഇലക്ഷൻ വർക്കൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ നേരത്തെ ഇലക്ഷൻ കഴിഞ്ഞു, എല്ലാം ഫ്രീ ആയെങ്കിൽ പോലും ആ തരത്തിലുള്ളൊരു തരംഗം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.